രാവിലെ കറുപ്പും ഒക്കെ ഇട്ട് ജാസ്മിനും ഗബ്രി ഇറങ്ങിയിരിക്കുകയാണ്, എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ. അപ്പം ജാസ്മിൻ പറയുന്നു ജാസ്മിൻ്റെ കൈ നിറച്ചും ഗബ്രി കടിച്ച പാടാണ്, ഇനി ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല കടി കിട്ടാത്തതായിട്ട്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ഗബ്രിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഗബ്രി ഒരു സീരിയസ് ആയിട്ടൊരു തീരുമാനം എടുക്കുന്നു, വളരെ ഗൗരവപരമായിട്ട് തീരുമാനം എടുക്കുകയാണ്. ഇനി മേല കടിക്കൂല എന്ന്. അല്ല, ചില കുടിയന്മാർ തീരുമാനം എടുക്കുമല്ലോ ഇനി മേല കുടിക്കൂലെന്ന്, അതുപോലത്തെ ഒരു തീരുമാനം ആവാനാണ് ചാൻസ്. നീ എൻ്റെ ഹൃദയത്തിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക നീ സ്വാധീനിച്ചിട്ട്. എനിക്ക് നീ ഭയങ്കര സ്പെഷ്യലാണ് ജാസ്മിൻ. അത് പ്രേമമാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ആയിരിക്കാം, പ്രേമമായിക്കൂടാന്നൊന്നുമില്ല, പ്രേമമാകാം. പക്ഷേ ഇത് അതിന് മുകളിലാണ് എനിക്ക് നിന്റെ അടുത്തുള്ള ഒരു ഇഷ്ടമെന്ന് പറയുന്നത്. എനിക്ക് സത്യത്തിൽ ഈ നിന്നെയാണ് ഇഷ്ടം. നീ ദേഷ്യപ്പെട്ട് നടക്കുന്ന വെള്ളം വയ്ക്കുമ്പോൾ ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ ഇപ്പം നിന്നെ കാണാൻ എന്ത് ക്യൂട്ടാണ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. മേക്കപ്പ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നീ സത്യം പറയാൻ ജാസ്മിൻ പൊളിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ജാസ്മിനെ പുകഴ്ത്തി 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 അങ്ങ് ഹിമാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഗബ്രി. ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് പ്രേമമാണെന്ന് എനിക്കറിയില്ല ജാസ്മിൻ, പക്ഷെ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഏറ്റവും മോശം അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈ വീട്ടിൽ എൻ്റെ കൂടെ നിന്നയാളാണ് നീ. സോ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ജാസ്മിൻ, ഭയങ്കര സ്പെഷ്യലാണ്. ഇനി ഈ പുകഴ്ത്തൽ കേട്ട് കേട്ട് മതിയായി. പിന്നെ അടുത്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജിൻഡോൻ്റെ ആണ്. അപ്പം എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ കുളിക്കാനുള്ള ഡ്രസ്സ്, അതായത് ഇന്നേഴ്സ് എല്ലാം കൂടെ ഒരു ടവലിൽ പൊതിഞ്ഞ് ജാസ്മിൻ കുളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ എന്തോ ബെല്ലടിച്ചു, എന്തോ മീറ്റിങ്ങിന് എന്തോ ബെല്ലടിച്ചു. അപ്പോൾ ഉടനെ തന്നെ ആ ഡ്രസ്സ് അതെല്ലാം കൂടെ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി ജാസ്മിൻ. അതൊരു വലിയ ഇഷ്യൂ ആക്കി ജിൻഡോ. കിട്ടുന്ന തക്കങ്ങളെല്ലാം ഓരോ ഇഷ്യൂ ഉണ്ടാക്കലാണല്ലോ ജിൻഡോയുടെ പ്രധാന പരിപാടി. സ്ത്രീകൾക്ക് നേരെയാണല്ലോ ജിൻഡോയുടെ ആക്രമണം മൊത്തം. അപ്പം പിന്നെ അപ്പോൾ ജിൻഡോ പറയാണ് അയ്യോ ഇത് കഴുകാത്ത ഇന്നേഴ്സ് എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. അപ്പോഴത്തേക്ക് ഇവള് ചോദിക്കുന്നുണ്ട് ഞാനിത് യൂസ് ചെയ്താണെന്ന് നിനക്ക് എങ്ങനെ അറിയാം, എൻ്റെ ഇന്നേഴ്സ് യൂസ് ചെയ്തോ ഇല്ലേന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയാവുന്നു. ജാസ്മിനാണ് ആദ്യം ചീത്ത വിളിച്ചത്, പക്ഷേ കണക്കിന് തിരിച്ച് ജിൻഡോ കൊടുക്കുന്നുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ ഒരുമാതിരി ചന്തയിൽ മീൻ വാങ്ങിക്കുന്നിടത്ത് അടി കൂടുമ്പോൾ വിളിക്കുന്ന കണക്കത്തെ ചീത്ത, അതുപോലത്തെ ദേഹം പെരുക്കുന്ന രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ ബിഗ് ബോസ് സീസണിലൊന്നും ഇതുപോലെ ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും തറയാവുന്ന ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അത് സീസണിൽ ജാസ്മിൻ തന്നെയാണ് ഇത്രയും തറയായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കുളിക്കത്തില്ല, വൃത്തിയില്ല, ഡ്രസ്സ് കഴുകത്തില്ല. എന്തൊരു യൂട്യൂബറാണ് ഇതൊക്കെ, എന്തൊരു ജന്മങ്ങളാണെന്ന് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ രാത്രിത്തെ കാര്യം പറയണ്ട, കുൽസിതങ്ങളുടെ പ്രളയം. എന്തായാലും ഏഷ്യാനെറ്റ് നല്ല രീതിയിൽ അവർ കറക്റ്റായിട്ട് എല്ലാം ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അവർക്ക് എങ്ങനെയായാലും TRP കൂട്ടിയാൽ മതി. അതനുസരിച്ച് ജാസ്മിൻ്റെ ഇമേജ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിലും വിവാഹം പറഞ്ഞു വെച്ച ഒരു ചെറുക്കൻ വെളിയിലുണ്ട്. ആ ചെറുക്കൻ ഇതെല്ലാം കണ്ട് എന്തുമാത്രം ഉരുകുമായിരിക്കും എന്നെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? ഇവരീ കാണിക്കുന്ന ഈ പ്രവൃത്തികൾ. ഇന്ന് പോലും യമുന റാണി ഇന്നലെ രാത്രി പാതിരാത്രി എന്തോ ഞെട്ടി ഉണർന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ കട്ടിലിൽ ചാടി വന്നിരിക്കുന്നു ഗബ്രി. എന്നിട്ട് അത് കണ്ടപ്പോഴേ യമുന ചേച്ചിക്ക് വല്ലാണ്ട് വന്ന്. അപ്പോൾ കണ്ട ഉടനെ ഗബ്രി ബാ ചേച്ചി വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിഷയം മാറ്റുന്നു. എന്നിട്ട് യമുന ചേച്ചി അപ്പുറത്തെ മുറിയിൽ പോയി പറയുന്നു അയ്യോ ഞാൻ കണ്ടുകൂടാത്ത രംഗം കണ്ടു എന്നൊക്കെ പറയുന്നു മുടിയൻ്റെ അടുത്ത്. അപ്പം മുടിയൻ പറയുന്നു ചേച്ചി എന്തിനാ ഇതൊക്കെ നോക്കാൻ പോയത്, ഇതിവിടെ സർവ്വസാധാരണമല്ലേ, പകലും രാത്രിയൊക്കെ സർവ്വസാധാരണ, ചേച്ചി എന്തിനു നോക്കാൻ പോയെന്നൊക്കെ പറഞ്ഞ് മുടിയൻ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്തുവായാലും സംഭവം ബഹുലം തന്നെയാണ്, പറയണ്ട. പിന്നീട് വളരെ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പം പിന്നെ ഇന്നേഴ്സ് ആണെങ്കിലും അത് ഒരു ടവലിൽ പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ കൈകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതാണ് ഇത്രയും പ്രൊവോക്കായത് ജാസ്മിന്. മനസ്സിലായില്ലേ? ബിഗ് ബോസിനെ സംബന്ധിച്ച് മാക്സിമം എത്ര വാണിംഗ് കൊടുത്തിട്ടും ഒരു രീതിയിലും അടങ്ങുന്നില്ലെന്നുള്ളതാണ് ജാസ്മിന്. അവർ ബിഗ് ബോസ് പറഞ്ഞ് തോറ്റു. പക്ഷേ
ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ കറക്റ്റ് യഥാർത്ഥ സ്വഭാവമാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാത്രി സമയങ്ങളിൽ ഒരു അടക്കവും ഒതുക്കവും എന്താ ഇല്ലാത്തൊരു പെൺകുട്ടിയാണെന്നും വാ തുറന്നാൽ അനാവശ്യം പറയുന്ന പെൺകുട്ടിയാണെന്നും ഇവരുടെ ബാഡ് ആയിട്ടുള്ള സ്വഭാവം മൊത്തം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെറും സീറോയിലേക്ക് ജാസ്മിൻ സ്വയം സീറോയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പറയാൻ വാക്കുകളില്ല. വളരെ പുച്ഛം മാത്രം. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പുച്ഛം മാത്രമാണ് ഇപ്പം ജാസ്മിനോട്.